ഗംഗാ നദിയുടെ തീരത്ത് കാടുകളാൽ ചുറ്റപ്പെട്ടിരുന്ന ഒരു പുരാതന ഗുരുകുലമുണ്ടായിരുന്നു. അവിടെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഗുരുകുല വിദ്യ അഭ്യസിച്ചിരുന്നു. അവരിൽ അർജുനനെ പോലെ ഒരു യുവാവുണ്ടായിരുന്നു, ശ്രേഷ്ഠനായ ഒരു യുവാവ്. ശാരീരിക ശക്തിയിൽ അവൻ അർജുനനെ പോലെ മുന്നിലായിരുന്നു. വാൾപ്പയറ്റിൽ ആരും അവനെ തോൽപ്പിക്കാറില്ല. പക്ഷേ അവൻ ഒരിക്കലും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ചെറിയ വാക്കുകൾ പോലും അവനെ വളരെ കോപിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം അവൻ ഗുരുവിന്റെ മുന്നിൽ ചെന്ന് ചോദിച്ചു, ഗുരുവേ, എനിക്ക് ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനാകണം. അല്പം അഹങ്കാരത്തോടു കൂടിയിട്ട് തന്നെയാണ് അവൻ ഗുരുവിനോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഗുരു ശാന്തനായി ചിരിച്ചു. ശക്തി വേണോ? അവൻ മൂളി. എന്നാൽ നാളെ പുലർച്ചെ മലമുകളിലേക്ക് വരും. അടുത്ത ദിവസം മഴയും കാറ്റും നിറഞ്ഞൊരു പ്രഭാതമായിരുന്നു. ഗുരു ശിഷ്യനെ ഒരു പാറയുടെ അരികിലേക്ക് കൊണ്ടുപോയി. താഴെ കൊടുങ്കാറ്റ് പോലെ ഒഴുകുന്ന നദി. ഗുരു ചോദിച്ചു, നീ നദിയെ കണ്ടോ? അതെ ഗുരുവേ, ശിഷ്യൻ പറഞ്ഞു. ഇത് ശക്തമാണോ? ഗുരു വീണ്ടും ചോദിച്ചു. ശിഷ്യൻ, അതെ, ഈ പാറകളെ പോലും തകർക്കും. ഗുരു ചിരിച്ചു. എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു, പക്ഷെ നീ നോക്കൂ, ആകാശത്തിലെ ചന്ദ്രന് ഇത് ഒരിക്കലും തകർക്കപ്പെടില്ല. ആ ശിഷ്യൻ ആശ്ചര്യപ്പെട്ടു. ഗുരു തുടർന്നു, പുറത്തുള്ള ശക്തി വസ്തുക്കളെ കീഴടക്കും, പക്ഷേ ഉള്ളിലെ ശക്തി സ്വന്തം മനസ്സിനെ കീഴടക്കും. അവർ മുന്നോട്ട് നടന്നു. വലിയൊരു വൃക്ഷം കൊടുങ്കാറ്റിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതിനരികിൽ ചെറിയൊരു മുളച്ചെടി ഇപ്പോഴും നിലകൊണ്ടിരുന്നു. ആ ശിഷ്യനോട് ഗുരു പറഞ്ഞു, വലിയ വൃക്ഷം എന്തുകൊണ്ട് വീണു? അത് വളരെ ശക്തമായ ഒരു വൃക്ഷമായിരുന്നിട്ട് പോലും കാറ്റും മഴയത്തും ആ വൃക്ഷം മുലഞ്ഞു വീണു. പക്ഷെ ചെറിയൊരു മുള എന്തുകൊണ്ട് വീണില്ല? അത് കാറ്റിനൊപ്പം വളഞ്ഞ കാരണം കൊണ്ട് ആ വലിയ വൃക്ഷം ആടി ഉലഞ്ഞു വീണു. ഗുരു കണ്ണുകളിൽ ആഴമുള്ളൊരു ചിരിയോടെ പറഞ്ഞു, യഥാർത്ഥ ശക്തി ബലത്തിലല്ല പുത്ര, അനുയോജ്യമായി മാറാനുള്ള കഴിവിലാണ് യഥാർത്ഥ ശക്തി. കോപം കാണിക്കുന്നത് ശക്തിയല്ല, കോപം നിയന്ത്രിക്കുന്നതാണ് ശക്തി. ലോകത്തെ തോൽപ്പിക്കുന്നത് മഹത്വമല്ല, സ്വന്തം ഭയങ്ങളെ തോൽപ്പിക്കുന്നതാണ് മഹത്വം. ശിഷ്യന്റെ കണ്ണുകൾ പതുക്കെ മാറി. ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു, ഇത്രയും കാലം അവൻ പുറത്തുള്ള യുദ്ധങ്ങൾ ജയിച്ചു, പക്ഷേ ഉള്ളിലെ യുദ്ധത്തിൽ അവൻ തോറ്റുകൊണ്ടേയിരുന്നു. ഗുരു അവന്റെ നെഞ്ചിൽ കൈവച്ചു. മനുഷ്യന് ഏറ്റവും വലിയ ശക്തി അവന്റെ പേശികളിൽ അല്ല പുത്ര, അവന്റെ ബോധത്തിലാണ്. കാരണം മനസ്സ് ശാന്തമായ മനുഷ്യനെ ലോകത്തിലെ യാതൊരു കൊടുങ്കാറ്റിനും തകർക്കില്ല. ശിഷ്യൻ അവസാനം തിരിച്ചറിഞ്ഞു, സ്വന്തം ശക്തിയാൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തി നിർത്തുന്നവനല്ല ശക്തൻ, ഇരുട്ടിനെ പോലും ഭയപ്പെടാത്തവനാണ് ശക്തനെന്ന്. നന്ദി, നമസ്തേ.